നമസ്കാരം. ഏഷ്യലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ വിഷയം വെച്ചാൽ ആപത്തുകളെ അകറ്റുകയും ഐശ്വര്യങ്ങളെ ആകർഷിക്കുകയും ഐശ്വര്യങ്ങളെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു ദേവി ഭാഗവത്തിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതായത് ശ്രീവിദ്യ മന്ത്രസാധനയിലെ ഒരുപാട് ദേവതീ സങ്കല്പങ്ങളെക്കുറിച്ച്, അവരുടെ മന്ത്രങ്ങളെക്കുറിച്ച് ഒക്കെ പറയപ്പെടുന്നുണ്ട്, ഒക്കെ പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. ദേവീഭാവത്തിൻ്റെ സ്ഥൂല രൂപമായിട്ട് നമ്മൾ സ്ത്രീചക്രത്തിനെ ഒക്കെ പറയാറുണ്ട്. സ്ത്രീചക്രത്തിൽ എല്ലാ ദേവിമാരുടെയും രൂപം, എല്ലാ ദേവിമാരുടെയും ഭാവം ഉൾക്കൊള്ളുന്ന ഒരു ചക്രമാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം അതിൽ ദുർഗാ സങ്കല്പത്തിലുള്ള അല്ലെങ്കിൽ ദുർഗാദേവിയുടെ ആ ഒരു ഭാവത്തിലുള്ള ഒരു മന്ത്രമാണ് ശൂലിനി ദുർഗാ മന്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വതവേ പഴയ കാലം തൊട്ട് എല്ലാവരുടെയും ഒരു വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശൂലിനി ദുർഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ശത്രുദോഷങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബാധാപദ്രവങ്ങൾക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുന്നൊരു ഭാവമാണെന്നായിട്ടാണ്. ശൂലിനി ദുർഗ തന്നെ ഒരുപാട് ഭാവത്ത് നമ്മൾ പൂജിക്കാറുണ്ട്. ഒരു ദേവിയെ ഇപ്പോൾ മഹാദേവനെ തന്നെ നമ്മൾ കിരാതമൂർത്തിയായിട്ട് പൂജിക്കുന്നുണ്ട്, മഹാദേവൻ മൃത്യുഞ്ജയമൂർത്തിയായിട്ട് പൂജിക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ഭാവത്തിൽ മഹാദേവനോട് പൂജിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ മഹാവിഷ്ണുവിനെ ആണെങ്കിൽ ശ്രീരാമസ്വാമിയായിട്ട്, കൃഷ്ണസ്വാമിയായിട്ട്, വിഷ്ണുവായിട്ട്, ബലഭദ്രസ്വാമിയായിട്ട് ഒരുപാട് ഭാവത്തിൽ നമുക്ക് വിഷ്ണു സങ്കല്പത്തിൽ പൂജിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ദേവി ഭാവത്തിൽ ദുർഗാദേവി ആണെങ്കിൽ ദുർഗാദേവിയുടെ ഒരു ഭാവമായിട്ടാണ് ഈ ശൂലിനി ദുർഗ എന്ന സങ്കല്പത്തിൽ നമ്മൾ എടുക്കുക. അപ്പം അതിലെ മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓം ഹ്രീം ജ്വല ശൂലിനി ദുഷ്ടഗ്രഹ ഹുംഭൾ സ്വാഹ എന്ന് പറഞ്ഞ മന്ത്രമാണ് പ്രധാനമായിട്ടും എടുക്കുക. പിന്നെ ഓം ഹ്രീം ജ്വല ശൂലിനി അഷ്ടശൂലിനി ദുഷ്ടശൂലിനി മാർക്കണ്ഡശൂലിനി മഹാശത്രു വിനാശിനി മമ ശത്രുച്ഛേദം ഗുരു സ്വാഹ എന്ന് പറഞ്ഞ മന്ത്രം ഇതിനകത്ത് എടുക്കാറുണ്ട്. അപ്പം അങ്ങനെ ദുർഗാഭാവത്തിൽ സ്വതവേ എല്ലാവരും പൂജിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദുർഗാം ധ്യായത് എന്ന് പറഞ്ഞ ധ്യാനപ്രകാരം പൂജിക്കാറുണ്ട്. ശംഖാരിജാപകരശില എന്ന് പറഞ്ഞ ആ ഒരു ധ്യാനത്തെ പൂജിക്കാറുണ്ട്. പിന്നെ അങ്ങനെ ദുർഗാദേവിയുടെ ഒരുപാട് ഭാവങ്ങളുണ്ട്. ജയദുർഗയുണ്ട്, ജലദുർഗയുണ്ട്, അങ്ങനെയുള്ള ദുർഗാഭാവം, ഒരുപാട് ദുർഗാഭാവമുണ്ട്. അതിൽ ഏറ്റവും ബൃഹത്തായിട്ടുള്ളൊരു ഭാവമാണ് ശൂലിനി ദുർഗ എന്ന് പറഞ്ഞ ഭാവം. ഈ ഭാവത്തിൽ നമ്മൾ പൂജിക്കുമ്പം ശത്രുദോഷത്തിന് നല്ലതാണ്, ദോഷങ്ങളെ ആപത്തുകളെ ഒക്കെ അകറ്റാൻ നല്ലതാണ്, സർവ്വ ഐശ്വര്യ സിദ്ധിക്കായിട്ട് സർവാഭിഷ്ട സിദ്ധിക്കായിട്ടൊക്കെ നല്ലതാണ്. ഈ ഭാവത്ത് നമ്മൾ ദുർഗാദേവിയെ പൂജിക്കുമ്പോൾ ചൊവ്വ, വെള്ളി, അതുപോലെ പൗർണമി ഈ ദിവസങ്ങളൊക്കെ തന്നെയാണ് പ്രാധാന്യമായിട്ട് പറയുക. മലയാള മാസത്തിലെ ആദ്യത്തെ അവസാനത്തെയും ചൊവ്വയോ വെള്ളിയോ അല്ലെങ്കിൽ പൗർണമി ഇതൊക്കെ നമുക്ക് ഈ പൂജയ്ക്കായിട്ട് എടുക്കാറുണ്ട്. സ്വതവേ സ്ത്രീകൾ ഭഗവതിയെ, പ്രത്യേകിച്ച് ദുർഗാ ഭഗവതിയൊക്കെ ഭജിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ഫലം ഉണ്ടാകുമെന്നാണ് ആദ്യകാലം തൊട്ടേ എല്ലാവരും പറഞ്ഞു വരിക. അപ്പോൾ ഈ ചൊവ്വായും വെള്ളിയൊക്കെ ഞാൻ ഈ പറഞ്ഞ ശൂലിനി ദുർഗയുടെ മന്ത്രം നമുക്ക് നാരങ്ങാവിളക്ക് കത്തിച്ച് വെച്ച് നമുക്ക് ജപിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് സ്വതവേ നെയ്യ് ഒഴിച്ച് തേങ്ങ പൊട്ടിച്ച്, സാറിന് നമ്മൾ നീരാഞ്ജനം കത്തിക്കുന്നത് പിന്നെ എള്ളുകിഴിയാണ് നീരാഞ്ജനമായിട്ട് കത്തിക്കുന്നത്. ഇത് നെയ്ത്തിരി നമുക്ക് തേങ്ങ പൊട്ടിച്ച് അതിനകത്ത് നെയ്യ് നിറച്ചിട്ട് നമുക്ക് നെയ്ത്തിരി കത്തിച്ച് വെച്ച് നമുക്ക് ഭഗവതിയെ പ്രാർത്ഥിക്കാം. പുഷ്പങ്ങളുണ്ടെങ്കിൽ സഹസ്രനാമം ജപിക്കാം, ദുർഗാദേവിയുടെ അഷ്ടോത്തരം നമുക്ക് ജപിക്കാം. പിന്നെ ഞാൻ ഈ പറഞ്ഞ മന്ത്രം 108 പ്രാവശ്യമോ അല്ലെങ്കിൽ 54 പ്രാവശ്യമോ അല്ലെങ്കിൽ 36 പ്രാവശ്യമോ ഒക്കെ നമുക്ക് ജപിക്കാം. ഇത് ജപിക്കുന്നതിലൂടെ നമുക്ക് ഈ ആപത്തുകളെ അകറ്റാനൊക്കെ ഭഗവതിയുടെ പ്രസാദം നമുക്ക് ഉണ്ടാകും. നമുക്ക് ഓരോ ഭാവങ്ങൾ മാറുമ്പോൾ, അല്ലെ ദേവിയുടെ ഓരോ ധ്യാനങ്ങൾ, ഓരോ രൂപങ്ങൾ മാറുമ്പം നമുക്കുണ്ടാകുന്ന ആ ഒരു ഫലസിദ്ധി, അല്ലെ നമുക്ക് ഭഗവത് പ്രസാദം കുറച്ചുകൂടെ കൂടുകയാണ് ചെയ്യും. നമ്മളിലേക്ക് വരേണ്ട ഐശ്വര്യങ്ങളെ, അഭിവൃദ്ധികളെ ഒന്ന് കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കുക ചെയ്യുന്നത്. അപ്പം ആ ദുർഗാഭാവത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പൂജിക്കുന്ന രീതിയിൽ പൂജിക്കുക. അതുപോലെ നമുക്ക് സാമ്പത്തികമൊക്കെ അനുവദിക്കുമെങ്കിൽ ശൂലിനി ദുർഗാ ഹോമമായിട്ടോ ശൂലിനി ദുർഗാ പൂജയായിട്ടോ അല്ലെങ്കിൽ ശൂലിനി ദുർഗയുടെ ത്രികാല പൂജയായിട്ടോ ഒക്കെ നമ്മുടെ വാസഗ്രഹത്തിലോ സ്ഥാപനത്തിലോ ഒക്കെ നടത്തുന്നത് ഏറ്റവും സഹായകമായിരിക്കും. സ്ഥാപനങ്ങളിലാണെങ്കിൽ 3 വർഷം വരെയും, വീടുകളിലാണെങ്കിൽ 5 വർഷം 7 വർഷം വരെയൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം പൂജ ചെയ്താൽ ഇതിൻ്റെ 100% റിസൾട്ട് കണ്ടുവരാറുണ്ട്. അപ്പം ഇനിയും ഇതുപോലെയുള്ള പല ദേവീഭാവങ്ങളും അവരുടെ മന്ത്രങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.